ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ആഹാരത്തെക്കുറിച്ചാണ്. ശക്തന്മാരുടെ അപ്പം ദൈവം അവർക്ക്, അല്ലെങ്കിൽ ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. സാധാരണ അപ്പമല്ല. ആമേൻ. ശക്തന്മാർ. വേറൊരു ഭാഷാന്തരത്തിൽ പറയുന്നത് ദൂതന്മാർ ഭക്ഷിക്കുന്നത്, ദൂതന്മാർ കഴിച്ചത്, ദൂതന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുവാനിടയായി തീർന്നത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ആദ്യം കൊടുത്ത ഭക്ഷണം അവർ കണ്ടപ്പോൾ, അവർ കരങ്ങളിലെടുത്തപ്പോൾ, അവർ ഭക്ഷിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഓ, ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തുപോലെ ഇരിക്കുന്നു? തേൻ കൂട്ടിയ ദോശ പോലെ. ഹല്ലേലൂയ. അല്പം അല്പം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അവർ പറയുന്നു, ആമേൻ, എണ്ണ ചേർത്ത അപ്പം പോലെ. വീണ്ടും കുറെ കൂടി അങ്ങോട്ട് പോയപ്പോൾ അവർ പറയുന്നു, ഈ നിസാരമായ അപ്പം. ഹല്ലേലൂയ. എവിടെയാ തുടങ്ങിയത്? അങ്ങ് സ്വർഗത്തിലാ. എവിടെയാ അവസാനിച്ചത്? ഇങ്ങ് താഴെയാ. ഹല്ലേലൂയ. എവിടെയാ തുടങ്ങിയത്? അങ്ങ് ഉയരത്തിലാ. എവിടെയാ അവസാനിച്ചത്? ഇങ്ങ് താഴെയാ. ദൈവത്തെ അങ്ങേയറ്റം ഉയർത്തി പറഞ്ഞു. അവസാനം ദൈവം കൊടുത്ത ആഹാരത്തെ ഒന്നുമില്ലാതെ നിസ്സാരമായി കണ്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. ദൈവം നമുക്ക് തരുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വിലയുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തോടവർ ഇറച്ചി ചോദിച്ചു, ദൈവത്തോടവർ അപ്പം ചോദിച്ചു, ദൈവത്തോടവർ ഭക്ഷണം ചോദിച്ചു. അതെല്ലാം ദൈവം അവർക്ക് അതാത് സമയങ്ങളിൽ കൊടുക്കുവാനിടയായി തീർന്നു. ദൈവം കൊടുത്തതെല്ലാം രുചികരമായതായിരുന്നു. ദൈവം കൊടുത്തത് അവർ കണ്ടു മടുത്തതല്ല, അവർ കഴിച്ചു മടുത്തതല്ല, അവർ കാണാത്തതാണ് ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവം അവർക്ക് കൊടുത്തത് കണ്ടു മടുത്തതോ കഴിച്ചു മടുത്തതോ അല്ല, അവർ അന്നുവരെ കാണാത്തത്. ആമേൻ. അവർ അന്നുവരെ രുചിച്ചു നോക്കാത്തത്, അവർ അന്നുവരെ ഭക്ഷിക്കാത്തത്. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. ദൈവമൊന്ന് കാണിച്ചാൽ, ദൈവമൊന്ന് തന്നാൽ, ദൈവമൊന്ന് നടത്തിയാൽ, അതെല്ലാം ദൈവം തരുന്നത്, കാണിക്കുന്നത് വലിയ കാഴ്ചയായിരിക്കും. ദൈവം തരുന്നത് നമ്മൾ കഴിച്ചിട്ടില്ലാത്തതായിരിക്കും. ദൈവം നമ്മളെ നടത്തുന്നത് പുതിയ വഴിയായിരിക്കും. ഹല്ലേലൂയ. ഇന്നലെ വരെ നടന്ന വഴിയല്ല ദൈവം നിന്നെ നടത്തുന്നത്. ഇന്നലെ വരെ കണ്ട കാഴ്ച പോലെയല്ല ദൈവം നിന്നെ കാണിക്കുന്നത്. ഇന്നലെ വരെയും കഴിച്ച പോലെയുള്ള ആഹാരമെല്ലാം നീ ഇന്ന് ദൈവം തന്ന് കഴിപ്പിക്കുന്നത്. ഇന്നലെ വരെയുള്ള എക്സ്പീരിയൻസ് പോലെയല്ല, ഒരു പുതിയ എക്സ്പീരിയൻസ് തന്ന് നമ്മളെ, ഒരു പുതിയ അനുഭവം തന്ന് നമ്മളെ, ഒരു പുതിയത് തന്ന് നമ്മളെ നടത്താൻ കഴിവുള്ളതാണ് നമ്മുടെ ദൈവം. എത്ര പേര് ചേർന്ന് ആമേൻ പറയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം കൊടുത്ത അപ്പം അവർ അങ്ങേയറ്റം ഉയർത്തി. പക്ഷെ കഴിച്ച് കുറേ സമയം, വർഷം കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഈ നിസാരമായത്. ഹല്ലേലൂയ. ദൈവം എന്തുമാത്രം ദുഃഖിക്കും കേട്ടോ. ദൈവം എന്തുമാത്രം ഭാരപ്പെടും. ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ആമേൻ നന്മകൾ ദൈവമൊരുത്തിനൊരു മഹത്വം കൊടുത്ത് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം തരുന്നതിനെ ദൈവത്തിന് വേണ്ടി നമ്മൾ മഹത്വം കൊടുക്കണം. ദൈവത്തെ നമ്മൾ വാനോളം. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് മഹത്വമാണ്. ആമേൻ. തൻ്റെ മഹത്വം മറ്റാർക്കും എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളെല്ലാവരും ഇവിടെയാണോ? ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തെ വാനോളം ഉയർത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയും. ദൈവത്തെ നമുക്ക് ഉയർത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ആമേൻ സ്തോത്രം, ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ആമേൻ സ്തോത്രം കുറേ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഉയർത്തിയ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കായിക അഭ്യാസി ഒരു കാര്യം പറഞ്ഞു. മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടമാണ്. ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ
ഞാനൊരു വലിയ കമ്പി വലിച്ച് കെട്ടിയിട്ട് ആ കമ്പിയുടെ പുറത്തുകൂടെ ഞാൻ നടന്നക്കരെ പോകും. അത് ലോകത്തിൽ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വലിയ കമ്പി വലിച്ചു കെട്ടിയിട്ട് ആ കമ്പിയുടെ പുറത്തുകൂടെ ഞാൻ നടന്ന് അക്കരെ പോകുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ വിശ്വസിച്ചില്ല, നാട്ടുകാർ വിശ്വസിച്ചില്ല, ഭരണകൂടം വിശ്വസിച്ചില്ല, അവൻ്റെ കൂടെയുള്ള കായിക അഭ്യാസികൾ ആരും വിശ്വസിച്ചില്ല. അത് അസാധ്യമാണ്, അത് നടക്കത്തില്ല. താൻ പറഞ്ഞ വാക്കങ്ങ് പരസ്യമായി ഭരണകൂടത്തിൻ്റെ ചെവിയിലെത്തി. അത് വലിയ വാർത്തയായി. വലിയ വാർത്തയായപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇന്ന ദിവസം ഇത്ര മണിയാകുമ്പോൾ ഞാൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കമ്പി വലിച്ചു കെട്ടിയിട്ട് ആ കമ്പിയിലൂടെ നടന്നക്കരെ പോകും. ആ ദിവസം എല്ലാവരും വന്നു കൂടി. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ 4 ചുറ്റും ആൾക്കാർ വന്നുകൂടി. എല്ലാവരും വന്നുകൂടി. ആ സമയമായപ്പോൾ ആ മനുഷ്യൻ അവിടെ വന്നു. എല്ലാവരും കരഘോഷം മുഴക്കി, വാനോളം ഉയർത്തി. എല്ലാവരും നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്ന് ഈ കായിക അഭ്യാസിയോട് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ഈ സാഹസികം കാണിക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തപ്പോൾ കവലകളിലൊക്കെ എല്ലാവരും പറഞ്ഞത് ഇത് ശുദ്ധ അബദ്ധമാണ്, ഇത് മണ്ടത്തരമാണ്, ഇത് മനുഷ്യരെ പറ്റിക്കുന്നതാണ്, ഇതൊന്നും ചെയ്യാൻ ആർക്കും പറ്റത്തില്ല, ഇതാരും ചെയ്യത്തില്ല, അദ്ദേഹം അത് ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു എല്ലാവരും അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം അത് ചെയ്യും. ആ വ്യക്തി അതുപോലെ ഇതുപോലുള്ള പല സാഹസികതകൾ കാണിച്ചിട്ടുണ്ട്. ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെയുള്ള കമ്പിയിലൂടെ താൻ നടന്നക്കരെ പോകും. അത് സത്യമാണ്, അദ്ദേഹത്തിന് കഴിയും. ഈ മനുഷ്യന് ഭയങ്കര സന്തോഷമായി. ഇത്രയും ആയിരക്കണക്കിന് വ്യക്തികൾ വന്ന് നിൽക്കുന്നിടത്ത് ഒരു വ്യക്തി പോലും താൻ പറഞ്ഞത് അംഗീകരിക്കാതെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ മാറി നിന്നപ്പോൾ ഒരു വ്യക്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് താൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ അക്കരെ പോകുകയാണ്, അക്കരെ പോയിട്ട് ഞാൻ നടന്ന് തിരിച്ചു വരും. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഉന്തുവണ്ടി കൂടെ ഇരിക്കും. ആ ഉന്തുവണ്ടി നീ കയറിയിരുന്നാൽ ഞാൻ നിന്നെ സുരക്ഷിതമായി അക്കരെ കൊണ്ടുപോയിട്ട് ഇക്കരെ കൊണ്ടുവരാം. അത് കേട്ടപ്പോൾ വാനോളം ഉയർത്തിയ ആ സഹോദരൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അയ്യോ അത് തൽക്കാലം ഇപ്പം വേണ്ട, എനിക്കിപ്പോൾ സമയമില്ല, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് താൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകുവാനിടയായി തോന്നി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം, ആ വ്യക്തിയെ വാനോളം ഉയർത്തുവാൻ അവരന് കഴിഞ്ഞു. പക്ഷേ അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുവാൻ, വിശ്വസ്തത പുലർത്തുവാൻ, അതിൽ സഹകരിക്കുവാൻ ഈ സഹോദരന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു കാര്യം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ കർത്താവിനെ വാനോളം ഉയർത്തുന്നതിൽ കാര്യമില്ല, നമ്മൾ കർത്താവിനെ വാനോളം ആമേൻ ചുമക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ കർത്താവിൻ്റെ വാക്കുകൾ അതുംപടി അതുപോലെ വചനത്തിൽ വിശ്വസിച്ചൊരു പ്രതികൂല സാഹചര്യത്തിൽ കർത്താവ് നമ്മളോട് പറയുമ്പോൾ അതിൽ കൂടെ നിന്ന് ആ കർത്താവിനോട് കൂടെ ഇരുന്ന് ആ കഷ്ടതയിൽ ആ പ്രതികൂലത്തിൽ കർത്താവ് പറഞ്ഞ ആലോചനകൾ ഏറ്റെടുത്ത് നമ്മൾ കർത്താവോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമുക്ക് പ്രയോജനമായി തീരുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം മനോരമ പത്രം വായിച്ചു വിടുന്നത് പോലെയല്ല, വിടാൻ വേണ്ടിയുള്ളതല്ല. ഇതിനകത്ത് കഷ്ടകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവത്തെ ആ കഷ്ടതയുടെ നടുവിൽ നമ്മൾ അംഗീകരിച്ച് ആ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മുടെ പ്രതികൂലത്തിൽ നമ്മൾ തകർന്നു പോകാതിരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം നടത്തിയ വഴികൾ
ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത നന്മകൾ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഭക്ഷണങ്ങൾ വ്യത്യസ്തമായിരുന്നു. കടലിൻ്റെ അകത്ത് കിടന്ന മീനിൻ്റെ തലയെ തകർത്ത്, ലിവ്യാതാന്റെ തലയെ തകർത്താണ് ദൈവം തൻ്റെ ജനത്തിന് ഭക്ഷണമൊരുക്കിയത്. ഹല്ലേലൂയ. അവർ ഇറച്ചി ചോദിച്ചപ്പോ ലിവ്യാതാന്റെ തലയെ തകർത്ത് കാടകളാക്കിയവർക്ക് അവരുടെ ചുറ്റുപാടും പറത്തി കൊടുത്തെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എത്ര മഹത്വമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വായിച്ച ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. മനുഷ്യൻ ശക്തന്മാരുടെ അപ്പം ഭക്ഷിച്ചു എന്ന്. ഹല്ലേലൂയ. അപ്പത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതലേ അപ്പത്തെക്കുറിച്ച് കാണുവാൻ വേണ്ടി കഴിയും. ഉൽപ്പത്തി മുതൽ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരിടവും നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ലോ. ഹല്ലേലൂയ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 40 ദിനരാത്രങ്ങൾ യേശുക്രിസ്തു ദൈവസന്നിധിയിൽ ഉപവസിപ്പാനിടയായി. ഭക്ഷണം കഴിച്ചില്ല, പാനീയം കുടിച്ചില്ല. പ്രൈസ് ലോ. ദൈവസന്നിധി ഉപവസിപ്പാനിടയായി. ദൈവത്തിന് ഉപവസിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ആവശ്യമില്ല തന്നെയാണ്. പക്ഷേ ദൈവം നമുക്കെല്ലാവർക്കും മാതൃക കാണിച്ചു തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഉപവസിക്കേണ്ട കാര്യമല്ല, ദൈവത്തിന് അന്യഭാഷ പറയേണ്ട കാര്യമല്ല, ദൈവത്തിന് സ്നാനപ്പെടേണ്ട കാര്യമില്ല. അല്ലേ? ദൈവത്തിന് സ്നാനപ്പെടേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് അന്യഭാഷ പറയേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ആമേൻ സ്തോത്രം ഉപവസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, സാക്ഷാൽ ദൈവമല്ലേ. പ്രൈസ് ദി ലോർഡ്. യേശു എന്തിനാ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാനല്ല, ദൈവം നമുക്കൊരു മാതൃക കാണിച്ചു തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യേശു എന്തിനാ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ പിടിച്ചു നിൽക്കാനല്ല, നമ്മളും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. യേശു എന്തിനാ ഉപവസിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഉപവസിക്കുവാൻ വേണ്ടിയാണ്. എല്ലാം ദൈവം നമുക്ക് മാതൃക കാണിച്ചു തന്നു. ദൈവമാണ് നമ്മുടെ മാതൃക. അല്ല നിങ്ങളുടെ മാതൃക. ആമേൻ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അല്ല. നമ്മുടെ മാതൃക എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കുഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി കടന്നുപോയപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡ് ആ കുഞ്ഞിനോട് ചോദിച്ചു. ആദ്യം അവളോട് ചോദിച്ചത് നിൻ്റെ റോൾ മോഡൽ ആരാണ്? ഇൻ്റർവ്യൂ ബോർഡ് ചിന്തിച്ചത് ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെയോ കായിക താരങ്ങളെയോ അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരെയോ മത നേതാക്കന്മാരെയോ ഒക്കെ അവർ പ്രതീക്ഷിച്ചിങ്ങനെ ആകാംക്ഷയോടെ ഏത് ഫിലിം സ്റ്റാറിനെ പറയും, ഏത് കായിക താരത്തെ പറയും, ഏത് രാഷ്ട്രീയ നേതാവിനെ പറയും, ഏത് മത നേതാവിനെ പറയുമെന്ന് ചിന്തിച്ചവരിങ്ങനെ കണ്ണും നട്ടിരിക്കുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ആ പെൺകൊച്ച് ആ ഇൻ്റർവ്യൂ ബോർഡിനോട് പറഞ്ഞു, എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയുമാണ്. ഹല്ലേലൂയ. ഒരു കായിക താരത്തെ പറഞ്ഞില്ല, ഒരു ഫിലിം സ്റ്റാറിനെ പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയ നേതാവിനെ പറഞ്ഞില്ല, ഒരു മത നേതാവിനെ പറഞ്ഞില്ല. അവരുടെയൊക്കെ ചിന്തകളെ തകിടം മറിച്ചുകൊണ്ട് ആ 12 വയസ്സുകാരിയായ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയുമാണ്. അപ്പനും അമ്മയും എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കണ്ടോ, ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫിലിം സ്റ്റാർ അല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മത നേതാക്കന്മാരല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കായിക താരങ്ങളല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും പാസ്റ്റർമാരല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും വ്യക്തികളല്ല. നമ്മുടെയൊക്കെ റോൾ മോഡൽ ആയിരിക്കേണ്ടത്, നമ്മുടെയൊക്കെ റോൾ മോഡൽ ആകേണ്ടത് സർവശക്തനായ ദൈവമാണ്. ആമേൻ.
സർവശക്തനായ ദൈവത്തെ നമ്മളൊരു റോൾ മോഡലാക്കിയാൽ ഒരിടത്തും കുഞ്ഞെ നീ പരാജയപ്പെടത്തില്ല, ഒരിടത്തും നീ തോറ്റുപോകത്തില്ല, ഒരിടത്തും നീ തകർന്നു പോകത്തില്ല, ഒരിടത്തും നീ തീർന്നു പോകത്തില്ല. സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ മാതൃകയെങ്കിൽ, സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ റോൾ മോഡലെങ്കിൽ നിന്റെ ജീവിതം വിജയകരമായി തീരും, നിന്റെ ജീവിതം പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറഞ്ഞേ. ഇപ്പൊ യേശു കർത്താവ് നമുക്കെല്ലാവർക്കും മാതൃക വച്ചു. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു ആമേൻ ഇറങ്ങി വന്നപ്പോ യേശുവിൻ്റെ അടുത്ത് വന്നത് ആരാ? 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. പരീക്ഷകൻ അടുത്തു വന്നിട്ട് നീ ദൈവപുത്രനെങ്കിൽ, ആമേൻ, ദൈവപുത്രനെങ്കിൽ, കണ്ടോ, ദൈവപുത്രനെങ്കിലാ. ഇപ്പം കല്ലല്ല മണ്ണും കൂടെ ഞാൻ അപ്പാക്കി തരാമെന്ന് പറഞ്ഞ് കർത്താവിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലേ? ആമേൻ. എടാ 40 ദിനരാത്രി വർഷങ്ങൾ ഇസ്രായേലിന് അപ്പം കൊടുത്ത സർവശക്തനായ ദൈവത്തോട് 2 കല്ല് കാണിച്ചിട്ട് പറയാം ഇത് അപ്പമാക്കാൻ. കർത്താവിന് അപ്പമാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ആമേൻ. എന്നോടാ കളിക്കുന്നേ എന്നും ചോദിച്ച് കല്ലല്ല മണ്ണും കൂടെ അപ്പമാക്കി തരാമെന്ന് പറഞ്ഞ് കർത്താവിന് അവിടെ മൊത്തം അപ്പമാക്കി കൊടുക്കാമായിരുന്നു. നീ പിശാചിനെ അനുസരിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പിശാചിന് ആമേൻ സ്തോത്രം യേശുവിൻ്റെ മേലൊരു അവകാശം പറയാൻ, അധികാരം പറയാൻ ഒരവസരവുമായി പിശാച് വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ആവർത്തന പുസ്തകത്തിൽ നിന്ന് വചനമെടുത്ത് ആമേൻ സ്തോത്രം അതേ വചനം ഉരുവിട്ടുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കാൻ കഴിയുമെന്ന് ആമേൻ തെളിയിച്ചു കേട്ടോ കർത്താവ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയാ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. വചനം കൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ദൈവസഭയാണോ? നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. വചനം ഭക്ഷിക്കാൻ കഴിയും കേട്ടോ. വചനം ഭക്ഷിക്കുന്ന ദൈവസഭയാണോ? വചനം ഭക്ഷിക്കുന്ന ദൈവമക്കളാണോ? വചനത്തിൻ്റെ ദൂതുകൾ, വചനത്തിൻ്റെ ആലോചനകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് പകൽ നിന്റെ ആത്മീക വിശപ്പ് മാറും, നിന്റെ ഭൗതിക വിശപ്പുകൾ മാറും. ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ വചനമെന്നും അനുഗ്രഹമാണ്. കേൾക്കേണ്ടതുപോലെ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ആമേൻ നമ്മുടെ സകല വിഷയവും പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ യേശുവിൻ്റെ അടുത്ത് വന്ന്, നിനക്ക് വിശക്കുകയല്ലേ, ഈ കല്ലുകളെ അപ്പമാക്കെന്ന് പറഞ്ഞ് അപ്പമാക്കിയിരുന്നെങ്കിൽ സാത്താനെ ദൈവം അനുസരിച്ചു എന്ന് പറഞ്ഞ് പിശാചിന് ദൈവത്തിൻ്റെ മേൽ അവകാശം പറയാമായിരുന്നു. ഹല്ലേലൂയ, അല്ലേ? പക്ഷെ ദൈവം അവിടെ നിന്ന് കൊടുത്തില്ല. അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് വായിച്ചേ. രണ്ടാമത്തെ ഒരു പരീക്ഷ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. ഹല്ലേലൂയ. സർവ ലോകവും ആമേ സ്തോത്രം കാണിക്കുന്ന പോലൊരു ഉയരത്തിൽ കൊണ്ടുപോയിട്ട് പറയുക താഴോട്ട് ചാടാൻ. ഹല്ലേലൂയ. എത്ര ഉയരത്തിൽ കൊണ്ടുപോയി. 3 പരീക്ഷകൾ കർത്താവിനെ പിശാച് അവിടെ നടത്തി. 3ലും കർത്താവ് ജയിച്ചു. ആ വിഷയം നമ്മുടെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. നുപകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, അപ്പം കൊണ്ട് യേശു കർത്താവിനെ പരീക്ഷിക്കുവാൻ വന്ന പിശാചിൻ്റെ പ്രവർത്തികളെ വചനം കൊണ്ട് ജയിക്കുവാനിടയായി തന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന ഒരു സംഗതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 6-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. യേശു കർത്താവിൻ്റെ അടുക്ക് ജനം വചനം കേൾക്കുവാൻ വേണ്ടി വന്നു. പുരുഷാരം വന്ന് കയറിയപ്പോൾ യേശു കർത്താവ് അവരോട്
ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ നിത്യജീവൻ്റെ മൊഴികൾ അവിടെ യേശു കർത്താവ് പറഞ്ഞു 4 സുവിശേഷവും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കാണുവാൻ വേണ്ടി കഴിയും. 3 രാവും 3 പകലും യേശു കർത്താവ് 3 ദിവസം യേശു കർത്താവിൻ്റെ അരികിൽ ഈ പുരുഷാരം ഇരുന്നു. അവസാനം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ് അല്ലേ? ആമേൻ. അതിൻ്റെ 5-ാം വാക്യവും വായിച്ചേ. യേശു വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അറിഞ്ഞിരുന്നു. അടുത്ത് എന്ന് പറഞ്ഞു. അടുത്ത് അന്ത്രിയോസ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാർ മാത്രമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അവിടെ പുരുഷന്മാർക്ക് 5 അപ്പം കൊണ്ട് എന്തോ ചെയ്യാൻ? 5 അപ്പം ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ പോഷത്വമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. പക്ഷേ അവർക്ക്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിൻ്റെ മുമ്പിൽ ഒരു കാര്യം പറയാനെങ്കിലും ഉണ്ടായിരുന്നല്ലോ, ഒരു കാര്യം പറഞ്ഞല്ലോ. ആ ഒരു സംതൃപ്തിയിൽ അവരായിരിക്കുക. പക്ഷെ ഇതുകൊണ്ടൊന്നും വലിയ അത്ഭുതമോ വിടുതലുകളോ നടക്കുമെന്നോ ആർക്കെങ്കിലും ഭക്ഷിച്ച് തൃപ്തിപ്പെടാൻ കഴിയുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം 5 അപ്പം കയ്യിൽ മേടിച്ചു, ആ 2 മീനും കയ്യിൽ മേടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ഒന്ന് വാഴ്ത്തുവാനിടയായി. ആമേൻ. അതിനൊന്ന് നുറുക്കുവാനിടയായി, അതിനെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കുവാനിടയായി, അത് പുരുഷാരത്തിൻ്റെ പക്കൽ ഏൽപ്പിക്കുവാനിടയായി. അവിടെ ഇരുന്ന 5000 പുരുഷന്മാരും വയറ് നിറയെ തൃപ്തരായി തിന്നുവാനിടയായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിക്കുവാൻ, കാണുവാൻ വേണ്ടി കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ 5 അപ്പം കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ടപ്പോ അത് 1000 അനുഗ്രഹമായി തീരുവാനിടയായി. അപ്പമെടുത്ത് സ്വർഗത്തിലെ ദൈവം ചെയ്തതെന്തുവാ? വാഴ്ത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വാഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വന്ന് തീരും മുമ്പേ നമ്മളെ വാഴ്ത്തണം. നമ്മൾ ദൈവഭാഗത്ത് ഇറങ്ങും മുമ്പേ നമ്മളെ വാഴ്ത്തണം. ഒരാഴ്ച വന്നു കഴിയും മുമ്പേ വാഴ്ത്തണം. നമുക്കെല്ലാം ചില സമയ കയ്യിൽ ദൈവസന്നിധി ഇരുന്ന് നമ്മൾ നുറുങ്ങുവാനിടയാകും. വാഴ്ത്തിയ അതേ കരം കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? നുറുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, ദൈവസഭയെ, ദൈവമക്കളെ, ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നുറുക്കങ്ങൾ, ചില സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ വരുന്ന നുറുക്കങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നുറുക്കങ്ങൾ, നമ്മുടെ ശുശ്രൂഷയിൽ വരുന്ന നുറുക്കങ്ങൾ, അതൊക്കെ നാളുകളിൽ അനുഗ്രഹമായി തീരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യിലാണ് നീ നുറുങ്ങുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ നുറുങ്ങുന്നതെങ്കിൽ, ദൈവവുമായുള്ള ബന്ധത്തിലാണ് നീ നുറുങ്ങുന്നതെങ്കിൽ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാ, അത് നിന്റെ തകർച്ചയ്ക്കല്ല, അത് നിന്റെ നാശത്തിനല്ല, അതെ, ആമേൻ, മരണത്തിനല്ല, അത് 1000 അനുഗ്രഹമായി തീരാനാ. ഹല്ലേലൂയ. മനുഷ്യൻ നുറുക്കുന്നത് കാണും, അത് ചിലപ്പോൾ നമുക്ക് വേദനയാകും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ നീ നുറുക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താൽ
ഇന്ന് വന്ന പ്രതികൂലങ്ങൾ, ഇന്ന് വന്ന പ്രയാസങ്ങൾ, ഇന്ന് വന്ന കഷ്ടതകൾ, ഇന്ന് വരുന്ന രോഗങ്ങൾ, ഇന്ന് വരുന്ന വേദനകൾ, ഇന്ന് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇന്ന് വരുന്ന ഉപജീവന തടസ്സങ്ങളെല്ലാം നിന്നെ ദൈവം നുറുക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പേടിക്കണ്ട. അത് നാളുകളിൽ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി തീരാൻ സാധ്യമാണ്. ഈ അപ്പമൊക്കെ കഴിച്ച് കർത്താവ് അങ്ങോട്ട് മാറി, ഇവരും മാറിയപ്പോൾ 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്, ഈ കർത്താവിനെ അവർ പിടിച്ച് രാജാവാക്കാൻ നോക്കുക. കാരണം കൊള്ളാമല്ലോ, 5 അപ്പം കിട്ടിയാലും വർദ്ധിപ്പിച്ച് തരും. പ്രൈസ് ലോ, എല്ലാം വർദ്ധിപ്പിച്ച് തരും. ഇദ്ദേഹത്തെ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി, അല്ലെങ്കിൽ രാജാവാക്കിയാൽ, നമ്മുടെ പ്രസിഡൻ്റാക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പറാക്കിയാൽ നമുക്ക് കൊള്ളാം, നമ്മുടെ നാട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പിടിച്ച് എന്താൻ ഒരു അവിടെ മുമ്പിൽ നിർത്താൻ നോക്കി. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അവിടെ കയ്യിൽ നിന്ന് മാറിപ്പോയി. കർത്താവ് വേറെ ഒരിടത്ത് പോയി. പക്ഷേ പുരുഷാരം വിട്ടില്ല. പുരുഷാരം കർത്താവിൻ്റെ പുറകെ പോയി. അതുകൊണ്ട് കർത്താവ് എന്തുവാ പറയുന്നത്? 26-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന് യേശു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, അപ്പം തിന്ന് ഹല്ലേലൂയ. ഇന്നു പകൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, നിത്യജീവന്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, സ്നാനപ്പെടാൻ വേണ്ടിയല്ല, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല. നിങ്ങൾ അന്നുള്ള കാര്യങ്ങൾ നടക്കണോ, നിങ്ങളുടെ കഷ്ടതകൾ മാറണോ, നിങ്ങളുടെ ജീവിതം സുഭിക്ഷമായി സന്തോഷമായി പോകണോ, നിങ്ങൾക്കൊരലച്ചിലുകൾ ഉണ്ടാകാതിരിക്കണോ, അതിനു വേണ്ടി, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്. ഇന്നോ പകൽ സഭയോട് പറയാ, നമ്മുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ കഷ്ടത മാറാനല്ല, നമ്മുടെ പ്രതികൂലം മാറാനല്ല, നമ്മുടെ സങ്കടം മാറാനല്ല, നമ്മുടെ രോഗം മാറാനല്ല, നമ്മുടെ കടഭാരം മാറാനല്ല. ഇന്നോ പകൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കേണ്ടത്, ഇന്നോ പകൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കേണ്ടത്, ഇന്നോ പകൽ നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കേണ്ടത് നിത്യതയിൽ പോകാൻ വേണ്ടിയാണ്. എത്ര പേര് ഇന്നു പകൽ കർത്താവിൻ്റെ സന്നിധി വന്നത്, രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, സഭയുടെ അംഗമായി തീർന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകാൻ വേണ്ടിയാണോ, അതോ നിത്യതയിൽ പോകാൻ വേണ്ടിയാണോ? കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ്. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭയങ്കരപ്പെട്ട ആലോചനകൾ അവരോട് പറയുകയാണ്. ആമേൻ, സ്തോത്ര. ദൈവം അവരോട് ശക്തമായ ആലോചനകൾ പറഞ്ഞ് നിത്യതയുടെ അനുഭവത്തിലേക്ക് അവരെ അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഈ ഭൂമിയിലെ അപ്പത്തെ കയ്യിലെടുത്തിട്ട് അപ്പത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് കർത്താവ് നിത്യതയുടെ അപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനിടയായി. കർത്താവ് ഒരു വാക്ക് പറഞ്ഞ ആ വാക്കിൻ്റെ അവസാനം നിത്യത കാണും കേട്ടോ. ലോകപ്രശസ്തനായ ജിം റെയിൻസ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട്. ജിം റെയിൻസ് അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ലോകപ്രശസ്തമാണ്, ഇംഗ്ലീഷ് ഗാനങ്ങളാണ്. ആ പാട്ടുകളെല്ലാം ഭൂമിയിൽ നിന്ന് താൻ തുടങ്ങും, ഈ ഭൂമിയിലെ കാര്യങ്ങൾ തുടങ്ങും. പക്ഷെ ആ പാട്ടിൻ്റെ അവസാനം അദ്ദേഹം നിത്യതയിലെത്തിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരംഭിച്ചിട്ട് അവസാനം എത്തിക്കുന്നത് എവിടെയെന്നറിയാമോ? നിത്യതയിലെത്തിക്കും. ഹല്ലേലൂയ. തൻ്റെ പാട്ടുകളെല്ലാം ഒരു വ്യക്തിയെ സ്വർഗത്തിലെത്തിക്കും. തൻ്റെ പാട്ടുകളെല്ലാം ഒരു വ്യക്തിയെ നിത്യതയിലെത്തിക്കും. ഇന്ന് നിത്യതയെ കിടക്കുന്നവരെല്ലാം വലിച്ചെഞ്ഞ് താഴെയിടുന്ന പാട്ടുകളാണ് കൂടുതലും. പ്രൈസ് ദി ലോർഡ്.
തുടങ്ങുന്നതൊക്കെ അങ്ങ് നിത്യതയിൽ നിന്നാണ് തുടങ്ങുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര ആത്മീകതയുണ്ട്, ഭയങ്കര ആത്മീകം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവസാനം നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന പാട്ടുകളായി ഈ ഭൂമിയിലെ സുഖവും, ഈ ഭൂമിയിലെ സമ്പത്തും, ഈ ഭൂമിയിലെ ആയുസ്സും, ഈ ഭൂമിയിലെ സമാധാനവും, ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മുടെ മടിയിൽ തന്ന് ഇവിടെ നമ്മളെ നശിപ്പിച്ച് കളയുന്ന ആമെ ഗായകന്മാരും, നമ്മളെ നശിപ്പിച്ച് കഴിയുന്ന ആമെ എഴുത്തുകാരും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം പ്രാപിച്ച ദൈവ പൈതൽ, ആത്മീക കണ്ണ് തെളിഞ്ഞ ഒരു ദൈവ പൈതൽ ഇന്നു പകൽക്കാലം മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയാ, നിത്യതയെ നമ്മൾ ദർശനം കണ്ടുകൊണ്ട് വരണം. ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവതിൽ, ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവതിൽ. ചേർന്ന് ഹല്ലേലൂയാ. യേശു എത്ര യേശു എത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവേ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവേ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവേ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അപ്പം കണ്ടത് കൊണ്ടും അപ്പം കഴിച്ചത് കൊണ്ടാണ് എന്നെ അന്വേഷിച്ച് ഈ മലയിൽ വന്നത്, ഇവിടെ വന്നത്. എന്നാൽ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. യേശു ഞാൻ തന്നെ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വാതിലാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ മുന്തിരിവള്ളിയാകുന്നു എന്നൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ തന്നെ അപ്പം. ഞാനൊരു അപ്പം എന്നല്ല, ഞാനൊരു വഴി എന്നല്ല, ഞാനൊരു പുനരുത്ഥാനം എന്നല്ല, ഞാനൊരു വാതിലെന്നല്ല, ഞാനും എന്ന് ഒരുപാട് പേർ ഇവിടെ അവകാശവാദങ്ങൾ പറയുമ്പോൾ, ഒരുപാട് പേർ ഞാനും വഴിയാണ്, ഞാനും ഒരു സത്യമാണ്, ഞാനും എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാനും എന്നല്ല, ഞാൻ തന്നെ, അപ്പുറത്തൊന്നില്ല, ഞാൻ തന്നെ എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് 35-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാ. കർത്താവ് ജീവന്റെ അപ്പമെന്ന് പറയുവാണ്. എന്നിട്ട് എന്താ കർത്താവ് പറഞ്ഞത്? ആമേൻ, സ്തോത്രം. ശേഷം നമ്മൾ വായിക്കുമ്പോൾ 41 മുതൽ വായിക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആമേൻ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞു. കുറെ അതിന് മുമ്പ് സമയമില്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ അതൊക്കെ വിടുന്നത്. കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ യഹൂദന്മാർ യേശുവിനെ പരിഹസിച്ച് ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞപ്പോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ യഹൂദന്മാരെന്തുവാ പറഞ്ഞത്? ഇവൻ യോസേപ്പിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയോ അമ്മയെയും നമ്മൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. കണ്ടോ, ഇന്നു പകൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ യേശു ക്രിസ്തു, സാക്ഷാൽ ജീവന്റെ അപ്പമായ ക്രിസ്തു തന്നെ താൻ വെളിപ്പെടുത്തിയപ്പോ ഒരു കൂട്ടം പേർ അംഗീകരിച്ചു. ആ അപ്പത്തോടടുത്ത് നിന്ന് ആമേൻ ആ സ്വർഗീയ അപ്പം ഭക്ഷിക്കാൻ അവർ അടുത്തപ്പോ ഒരു കൂട്ടം പേർ മറുതലിച്ച് മാറി നിന്ന് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ എല്ലാവരും വിശ്വസിച്ചില്ല, സാക്ഷാൽ ദൈവത്തെ എല്ലാവരും വിശ്വസിച്ചില്ല.
ഇന്നു പകൽ കുറേ പേര് നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, ചിലപ്പോൾ നിൻ്റെ കുടുംബനാഥൻ വിശ്വസിക്കണമെന്നില്ല, നിൻ്റെ ഭാര്യ നിന്നെ വിശ്വസിക്കണമെന്നില്ല, നിൻ്റെ മക്കൾ വിശ്വസിക്കണമെന്നില്ല, അമ്മ വിശ്വസിക്കണമെന്നില്ല, അപ്പൻ വിശ്വസിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വിശ്വസിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ് നീ ചങ്ക് പൊട്ടി കാല് പിടിച്ച് കരഞ്ഞ് സത്യം പറഞ്ഞാലോ ചിലപ്പോൾ ലോകം വിശ്വസിക്കണമെന്നില്ല, ചിലപ്പോൾ അപ്പൻ വിശ്വസിക്കണമെന്നില്ല, ചിലപ്പോൾ അമ്മ വിശ്വസിക്കണമെന്നില്ല, ചിലപ്പോൾ പാസ്റ്റർ വിശ്വസിക്കണമെന്നില്ല, ചിലപ്പോൾ വിശ്വാസികൾ വിശ്വസിക്കണമെന്നില്ല. അത് ഓരോ സമയങ്ങളിൽ ഇന്നു പകൽ മാറും. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവസഭയോടൊരു കാര്യം ഞാൻ പറയാ. ഇന്നോ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഒരു കൂട്ടം പേർ വിശ്വസിച്ചപ്പോൾ, ഒരു കൂട്ടം പേർ അംഗീകരിച്ചപ്പോൾ, മറുകൂട്ടം പേർ മാറി നിന്ന് യേശുവിനെ പരിഹസിക്കുകയാണ്. ഞാൻ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞപ്പോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പറഞ്ഞപ്പോ ൂതന്മാർ മാറി നിന്ന് എന്ത് ചെയ്തു? പിറുപിറുത്തു. ഇവനെ നമുക്കറിയത്തില്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആർക്കും ആരെയും അറിയാൻ പറ്റത്തില്ല, ആർക്കും അറിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെല്ലാവരും ഉള്ളതുള്ളതുപോലെ അറിയുന്നൊരു തമ്പുരാനുണ്ട്. ഇന്നു പകൽ എല്ലാവരെയും, എന്നെയും നിങ്ങളെയും, വിശ്വാസ കുടുംബങ്ങളെയും, സഭയെയും, കുഞ്ഞുങ്ങളെയും, അപ്പനെയും മക്കളെയും എല്ലാവരെയും സ്തോത്രം അറിയുന്നുണ്ട്. ചില ഭാര്യമാര് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളായി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഇത്ര വർഷമായി ഞാൻ ഈ വീട്ടിൽ വന്നു പാർക്കുന്നു, ഇന്നുവരെ എൻ്റെ കെട്ടിയവൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ പിള്ളേരെന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കണ്ണുനീര് കുടിച്ച്, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ ചോര നീരാക്കി, രാത്രികളെ പകലാക്കി കഷ്ടപ്പെട്ട് ചെയ്തത്, കൊടുത്തത്, നിന്നതിനൊന്നും എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നോ പറഞ്ഞ് പലരും പ്രാർത്ഥനാ വിഷയങ്ങളായി കരഞ്ഞുകൊണ്ട് എൻ്റെ അരികിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നോ പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാ, ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിലൊന്നും മറവല്ല, എല്ലാം നഗ്നവും മലർന്നതുമാണ്. നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ നടത്തം, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ നിരൂപണം, നമ്മുടെ ഹൃദയം വരെയും തൂക്കി നോക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്നോ പകൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്. ഇന്നോ പകൽക്കാലം നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മളെ ഉള്ളതുപോലെ അറിഞ്ഞൊരു ദൈവമാ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ല മനുഷ്യരുടെ മുമ്പിലല്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ഇവർ പിറുപിറുക്കുകയാ. ദൈവത്തെ അങ്ങേയറ്റം പറയാ. എന്നാൽ കർത്താവ് എന്തോ പറഞ്ഞേ? സമയമില്ലാഞ്ഞത് കൊണ്ടാണേ. അതിൻ്റെ 48-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് വീണ്ടും കർത്താവരെ ഉറപ്പിച്ചു പറയാം. പിറുപിറുത്തപ്പോഴും, പരിഹസിച്ചപ്പോഴും, അവിശ്വസിച്ചപ്പോഴും, മാറി നിന്ന് കളിയാക്കിയപ്പോഴും കർത്താവിന് പറയാനുള്ളത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നാണ്. ഹല്ലേലൂയ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 54-ാം വാക്യം 1-ാം വാക്യം വായിക്കുമ്പോ സോറി 50 മുതൽ ഒന്ന് വായിച്ച. 50 മുതൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോവൽ നമ്മുടെ കർത്താവ് ജീവനുള്ള അപ്പമായി നമ്മുടെ അരികിൽ ഇറങ്ങി. കണ്ടോ? ശരിക്കും പറഞ്ഞ 5 അപ്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു തീർക്കാനുള്ളല്ലോ. പക്ഷേ കർത്താവ് അവരെ നിത്യതയിലെത്തിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടത്തെ അപ്പത്തിൻ്റെ പുറകെ നടക്കല്ല്, ഇവിടുത്തെ ഒന്നിൻ്റെയും പുറകെ നടക്കല്ല്. ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പത്തിൻ്റെ പുറകെ നടക്ക്. ഹല്ലേലൂയ. 53-ാം വാക്യം നമ്മൾ വായിക്കും. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. അടുത്ത്
എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്. കണ്ടോ കർത്താവ് എവിടെയാ എത്തിയത്? ഹല്ലേലൂയ. തുടങ്ങിയത് എവിടെയാ, എത്തിയത് എവിടെയാ? ഇന്ന് പകൽ പ്രൈസലോ തുടങ്ങിയത് എവിടെയാ, എത്തിയത് എവിടെയാ? ഇന്ന് പകൽ കർത്താവ് നിത്യതയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെ കർത്താവിനോട് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുവാൻ കഴിയും? കർത്താവിനോട് ഇഷ്ടപ്പെടുവാൻ ബുദ്ധിമുട്ട്. കർത്താവ് എന്നാലും നിർത്തിയില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്. എന്തുകൊണ്ട്? ഇവിടത്തെ അപ്പം തിന്നുന്നവന് ജീവൻ വരുമ്പോ, ജീവൻ ഉണ്ടാകുമ്പോ, സാക്ഷാൽ നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവന്, ക്രിസ്തുവിനെ പാനം ചെയ്യുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. നിത്യജീവൻ. നിത്യജീവൻ എത്ര പേർക്ക് ആവശ്യമുണ്ട്? ആമയ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. നിത്യജീവൻ വേണോ? ജീവൻ വേണമെന്നല്ല, നിത്യജീവൻ എത്ര പേർക്ക് വേണോ? നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. ഹല്ലേലൂയ. കർത്താവ് പറയാ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്. അടുത്ത് എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും, അടുത്ത് എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. കർത്താവ് അപ്പോഴേ മാംസം തിന്നാനും കർത്താവിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല, രക്തവും മാംസവും ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ വരാൻ പോകുന്ന കാര്യം കർത്താവ് ആത്മാവിൽ കണ്ടുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. കർത്താവിന് ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും ഇപ്പോഴത്തെ കാര്യവും അടുത്ത വർഷത്തെ കാര്യവും ഒരുപോലെ കാണാൻ കഴിയും. നമ്മുടെ ജനനവും മരണവും ഒരുപോലെ കാണുന്ന ഒരു കണ്ണുണ്ടെങ്കിൽ അത് കർത്താവാണ്. നമ്മുടെ സ്തോത്രം, ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്ന ഒരാൾ, നമ്മുടെ മരണ ഡേറ്റും അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. എത്ര കാലം നമ്മളിവിടെ ജീവിച്ചിരിക്കുമെന്ന്, എങ്ങനെ നമ്മൾ ജീവിക്കുമെന്ന്, എവിടെ കൂടി നമ്മൾ ജീവിക്കുമെന്നൊക്കെ നന്നായിട്ട് അറിയാൻ കഴിവുള്ളൊരു ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവ് അവരോട് പറയുന്നത് നിത്യതയുടെ കാര്യം. കർത്താവ് മരിച്ചിട്ടില്ല, കർത്താവിൻ്റെ ശരീരം അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ല. പക്ഷെ കർത്താവ് അത് ആത്മാവിൽ കണ്ട് പറയുകയാ. ഹല്ലേലൂയ. അടുത്ത് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും. ആമേൻ. ദൈവത്തിൽ നമുക്ക് വസിക്കണമോ? ദൈവം നമ്മളിൽ വസിക്കണോ? പ്രൈസല്ലോ. സ്തോത്രവും ഹല്ലേലൂയയും പാടി നടന്നാ പോരാ, സ്തോത്രവും പറഞ്ഞ് സ്തോത്രക്കാഴ്ച ഇട്ട് നടന്നാ പോരെന്നാ. പ്രൈസല്ലോ. ഹല്ലേലൂയ. ദൈവത്തിലാണ് വസിക്കുന്നതിൻ്റെ തെളിവ് ദൈവത്തിൻ്റെ മാംസം തിന്നുമ്പോഴാണ്. നമ്മൾ ദൈവത്തിലാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് കർത്താവിൻ്റെ രക്തം കുടിക്കുമ്പോഴാണ്. ഇന്ന് പകൽ കർത്താവിൻ്റെ സഭയുടെ അംഗമാകുന്ന എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ ദൈവകൃപ അനുഭവിച്ച് കുറ്റപറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ആമേൻ ദൈവം തന്നിരിക്കുന്ന ഒന്ന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവകാശമാണ്. ഇന്ന് പകൽക്കാലം ഇത്ര വയസ്സാകുമ്പോഴെന്നോ ഇത്ര വർഷം പാരമ്പര്യമെന്നോ ഇല്ല. ഇന്ന് പകൽ ആമേൻ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുവാൻ ബുദ്ധി ഉദിച്ചു കഴിഞ്ഞ്. യേശു മരിച്ചത് എന്തിനെന്ന്? പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചു കഴിഞ്ഞത് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രായമാകുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേരാൻ സ്നാനപ്പെടുന്നത് പള്ളിയിൽ ചേരാനല്ല, സ്നാനപ്പെടുന്ന പെന്തക്കോസിൽ ചേരാനല്ല, സ്നാനപ്പെടുന്ന IPC ചേരാനല്ല, സ്നാനപ്പെടുന്നത് കർത്താവിനോട് ചേരാനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചേരാനാണ്. കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ടവര് അടുത്ത് ചെയ്യേണ്ടത് കർത്താവ് തന്ന അന്ത്യകൽപ്പനയെ അനുസരിക്കുക എന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പാസ്റ്ററെ കാണിക്കാനോ വിശ്വാസികളെ കാണിക്കാനോ ആരെങ്കിലും കാണിക്കാനല്ല നമ്മൾ തിരുമേശയെ പങ്കെടുക്കുന്നത്, കർത്താവിനോട് ചേർന്ന് വസിക്കാനാണ്. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്, തെറ്റുകളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ആമേൻ ഇതിൻ്റെ പേരിൽ നമ്മുടെ നിത്യത നഷ്ടമാകരുത്.
ഇന്ന് പകൽക്കാലം ഏത് സമയമാണ് നമ്മളെ വിളിക്കുന്നത് നമുക്കറിയത്തില്ല. ഏത് സമയമാണ് നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട സമയമായി നമുക്കറിയത്തില്ല. ആമേ, കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ. കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇവിടെ ആദ്യത്തെ ദിവസമല്ലേ, ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത് കേട്ടായിരുന്നു. ഒരു അപ്പച്ചനോട്, ഒരു വ്യക്തിയോട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതെന്തുവാന്ന്? 60 വയസ്സാകട്ടെ, 60 വയസ്സാകുമ്പോൾ സ്നാനപ്പെടാം. കുറേ കാലം കുറേ സമയം പറഞ്ഞു, കേട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ വന്നത്, ഒരു സൈഡ് അടിച്ചിട്ടത്. ആശുപത്രിയിലായപ്പോൾ വിളിച്ചു, രക്ഷിക്കപ്പെടാം, സ്നാനപ്പെടാം, എന്തു വേണോ ചെയ്യാമെന്ന തീരുമാനത്തിൽ ദൈവദാസൻ പ്രാർത്ഥിച്ചു, ദൈവസഭ പ്രാർത്ഥിച്ചു. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കിട്ടി. അവസാനം പുള്ളി എന്തു ചെയ്തു? ആമേൻ, വീട്ടിൽ വന്നു. കുറേ നാള് മോഹൻലാൽ നടക്കുന്നത് പോലെ നടന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. BP വന്ന ഒരു സൈഡ് അടിച്ചു പോയി അറിയാമല്ലോ. പക്ഷേ ദൈവ സഭയും ദൈവദാസന്മാരും ഒക്കെ ശക്തമായി പ്രാർത്ഥിച്ചു, കർത്താവെ സ്നാനപ്പെടേണ്ടതാണ്, ദൈവസഭയുടെ അംഗമായി തീരേണ്ടതാണ്, സ്വർഗത്തിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യം കൊടുത്തു. സഹോദരൻ മേശിരിപ്പണിക്ക് പോകാൻ തുടങ്ങി. പിന്നെ സ്നാനപ്പെടുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്തുവാ? 60 വയസ്സാകട്ടെ. ഹല്ലേലൂയ. 60 വയസ്സാകട്ടെ, 60 വയസ്സാകട്ടെ സ്നാനപ്പെടാമെന്ന് പറഞ്ഞ് വീണ്ടും ദൈവദാസനോട്, ദൈവസഭയോടും ദൈവത്തോടും ആ സഹോദരൻ മറുതലിച്ചു. കുറേ ദിവസം കൂടെ അങ്ങോട്ട് പോയി. പെട്ടെന്ന് വീണ്ടും അടുത്തൊരു BP കൂടെ കയറി. ICUവിൽ കണ്ണ് തുറക്കാൻ വയ്യ, വാ തുറക്കാൻ വയ്യ, സംസാരിക്കാം. പിന്നെ സ്നാനപ്പെടാൻ തീരുമാനിക്കാൻ സമയം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. തീരുമാനമെടുക്കാൻ പറ്റിയില്ല. ഇനി ഒരു വിടുതൽ കിട്ടിയാൽ സ്നാനപ്പെടാമെന്ന് പറയാൻ പറ്റിയില്ല. ആമേൻ. പിന്നെ സംസാരശേഷിയില്ല. എന്താ സംഭവിച്ചു? ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ ദൈവദാസൻ പറഞ്ഞത്, ആ മരണ വാർത്ത കണ്ടപ്പോൾ, ആ ഇത് കണ്ടപ്പോൾ താൻ കരഞ്ഞുപോയി. കാരണം തൻ്റെ പ്രായം 59 വയസ്സ്. ഒരു വർഷം കൂടി ആയാൽ എന്തുവായി? 60 വയസ്സ്. 59 വയസ്സ് വരെ ദൈവം വെയിറ്റ് ചെയ്തു, അവസരം കൊടുത്തു, കാത്തിരുന്നു. ഇത് അമ്മുമ്മ കഥയല്ല, അമ്മച്ചി കഥയല്ല, ഐതിഹ്യമല്ല. ആമേൻ. സ്തോത്രം. പേക്കിനാവല്ല, ആമേൻ, പൊട്ടച്ചൊല്ലല്ല, കളിവാക്കല്ല. ഇന്നു പകൽക്കാലോ ആമേൻ, ദൈവത്തോട് മാത്രം ഞാനും നിങ്ങളും ആമേൻ ഒഴിവ് കഴിവുകൾ പറയരുത്. എനിക്കും നിങ്ങൾക്കുമുള്ള ആയുസ് എത്രയെന്ന് ആർക്കും അറിയത്തില്ല. ദൈവസഭയോട് തൊഴുകൈകളോടെ പറയാ, ദൈവം തരുന്ന ചാൻസുകൾ, ദൈവം തരുന്ന അവസരങ്ങൾ, ദൈവം തരുന്നത് ഒന്നും നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. ദൈവത്തോട് നമ്മൾ ആരും പിണങ്ങല്ലേ. നിത്യതയുടെ അവകാശികളായി മാറുക. സ്നാനം നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല, തിരുമേശ നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല, കർത്തൃമേശ നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല. ആമേൻ. ദൈവത്തോട് നമ്മൾ മാറ്റേണ്ടത് ദൈവവുമായുള്ള വിഷയമാണ്. ഇത് സാമേൻ ദൈവദാസനുമായുള്ള വിഷയമല്ല, ഇത് കൂടെ ആരാധിക്കുന്നവരുമായുള്ള വിഷയമല്ല, ഇത് കുടുംബക്കാരുമായുള്ള വിഷയമല്ല, ഇത് കൂടെ ആരാധിക്കുന്നവരുമായുള്ള വിഷയമല്ല. ഈ വിഷയം ദൈവവുമായുള്ള വിഷയമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഏതൊരു ദൈവ പൈതലിനോ ഇന്നോ പകൽക്കാലോ ഇത് നിത്യജീവന്റെ അവകാശമാണ്. ഇന്നോ പകൽക്കാലം കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, തെറ്റുകളുണ്ട്, പോരായ്മകളുണ്ട്, പാപങ്ങളുണ്ട്. ഇന്നോ പകൽ ദൈവസന്നിധി പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, പറഞ്ഞ് ക്രമീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇന്നോ പകൽ പറഞ്ഞ് ആമേ ക്രമീകരിച്ച് ഈ പകൽക്കാലം ദൈവസഭയിൽ ആമേ അപ്പത്തിന്റെ അംശികളായി ഇന്നോ പകൽ മാറിയോ? ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ആമേൻ. 57-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ജീവനുള്ള പിതാവ് എന്നെ
ആ എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനോട് മൂലം എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കണമോ? സഭേ, എന്നേക്കും ജീവിക്കണമോ? ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം അല്ല കേട്ടോ, എന്നേക്കും ജീവിക്കുന്ന ജീവിതം. എന്നേശു ജീവിക്കും, ആയതിനാൽ ഞാനും എന്നേക്കും എന്നേശു ജീവിക്കും, ആയതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ ശുവത്രേ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ. യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ. യേശു കർത്താവു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഈഹലോകത്തിൽ ഇനി വേഗം വരും രാജരാജനായി വാണിടുക. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ. യേശു കർത്താവു ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ. യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 10-ന്റെ അല്ലയോ അപ്പം ഒന്നാകെ കൊണ്ട് ഹല്ലേലൂയ. ഇന്നു പകലിവിടെ ആമേൻ നമ്മൾ അനുഷ്ഠിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഇവിടെ നടക്കുന്നത് ഒരു സംഘടനയുടെയോ സഭയുടെയോ കൂദാശയല്ല, ആചാരമല്ല, അവരുടെ അനുഷ്ഠാനമല്ല. ഇത് ക്രിസ്തുവിൻ്റെ ശരീരമായി മാറാൻ പോകുകയാണ്. ഇത് ക്രിസ്തുവിൻ്റെ രക്തമായി മാറാൻ പോകുകയാണ്. നമ്മൾ പലരാണ്, അപ്പം ഒന്നാണ്. ഈ ഒന്നായ അപ്പം പലരായ നമ്മളെ ഒന്നാക്കും. ഹല്ലേലൂയ, ആമേൻ. പലരായ നമ്മളെ അപ്പം ഒന്നായതുകൊണ്ട് ആ അപ്പം നമ്മളെ ഒന്നാക്കും. ഇന്നു പകൽ ദൈവസഭയോടൊരു കാര്യം ഞാൻ പറയാ. ആമേ, സ്തോത്ര. നമുക്ക് ദൈവം തരുന്ന ഓരോ സാഹചര്യം, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പാപം അത് കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നു. നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറ്റത്തില്ല. അടുത്ത മാസമാകട്ടെ, അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തിരുമേശയെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയരുത്. ഓരോ മാസവും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ മഹനീയ ശുശ്രൂഷ ഇന്നു പകൽ ക്രിസ്തുവിനോടൊപ്പം, ദൈവസഭയോടൊപ്പം, നിത്യതയോടൊപ്പം ഇന്നു പകൽ ചേരാനുള്ളതാ. ഇന്നു പകൽ ഇതിൽ കരം വ്യവസ്ഥ പ്രകാരം നമ്മൾ നീട്ടുമ്പോ ഇന്നു പകൽ നമ്മളെ ദൈവം ക്രിസ്തുവിനോട് ചേർക്കുക. ലോകത്തിലുള്ളവരെക്കാൾ വലിയവനോടൊപ്പം ചേരുന്നത് എന്തു ഭാഗ്യമാണ്. എക്സ്ക്യൂസുകൾ പറയാൻ ഒരുപാടുണ്ട്. ആമേ, മുടന്ത് ന്യായങ്ങൾ, മുട്ടായുക്തികൾ നമുക്ക് പറയാം.
പക്ഷെ ഇന്നു പകൽക്കാലം നിത്യതയുടെ കാര്യമാണിത്. നിത്യതയിൽ പോകേണ്ട കാര്യമാണ്. ആമേ പള്ളിയിലുള്ള കാര്യമല്ല, ആമേ ഒരു സംഘടനയുടെ കാര്യമല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല, ഒരു ദൈവദാസന്റെ പ്രസ്താവനയല്ല. ഇത് കാമേ സാക്ഷാൽ ക്രിസ്തു നമ്മളോട് പറഞ്ഞതാണ്. നാളെയാകട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ നമ്മൾ തീരുമാനമെടുത്ത് ഇന്ന് പകൽ മാറരുത്. ഇന്ന് പകൽ എന്തോ ഒരു അനുഗ്രഹം നിന്റെ ഭവനത്തിൽ ഈ വർഷം ദൈവം തരാനിരിക്കുകയാ. നിന്റെ കുഞ്ഞിന് എന്തോ ഒരു വിടുതൽ ദൈവം ചെയ്യാനിരിക്കുകയാ. ഇന്ന് പകൽ കർത്താവിനോട് ചേരുവാൻ തടസ്സപ്പെട്ട് ആമേ ശത്രു നമ്മുടെ ഹൃദയങ്ങളെ ആമേ മാറ്റി നമ്മുടെ ആത്മീക ഭൗതിക നന്മകൾ തകർന്നു പോകരുത്. ഇന്ന് പകൽക്കാലം എടുക്കാതെ ഇരിക്കുന്നവരെ ഓർത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആമേ എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ പോരായ്മ കൊണ്ട് ആയിരിക്കാം അങ്ങനെ മാറിയിരിക്കുമ്പോൾ വീണ്ടും അവർ പാപം ചെയ്യുന്നില്ലല്ലോ. ആമേ പാപം ചെയ്യുന്നില്ലല്ലോ. പാസ്റ്ററെ കാണിക്കാനും സഭയെ കാണിക്കാനും വിശ്വാസികളെ കാണിക്കാനും ആമേ വീണ്ടും വീണ്ടും ഇത് കൈയിട്ട് തിന്നുന്നില്ലല്ലോ, വാങ്ങി ഭക്ഷിക്കുന്നില്ലല്ലോ. ആമേൻ സ്തോത്രം. ഇന്നു പകൽ ആമേൻ നിസ്സാര കാര്യങ്ങളിൽ നമ്മളിതിന്ന് ഒഴിഞ്ഞിരിക്കരുത്. കുറവുകളും ബലഹീനതകളും മനുഷ്യനുണ്ടെന്ന് പകൽ ദൈവസന്നിധി എന്ന് പറഞ്ഞ് ക്രമീകരിക്കാനും ദൈവസന്നിധി പറഞ്ഞ് പരിഹരിക്കാനുള്ള വിഷയമാണെങ്കിൽ ദൈവസഭയെ ഇന്നു പകൽ ദൈവസന്നിധിയിൽ ക്രമീകരിച്ച് ഇവിടെ ഇരുന്ന് ക്രമീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്രമീകരിച്ച്, ഫോൺ വിളിച്ച് ക്രമീകരിക്കാനുള്ളതാണെങ്കിൽ ഫോൺ വിളിച്ച് ക്രമീകരിച്ച് ഇന്നു പകൽക്കാലം ഇതിലേക്ക് കരം നീട്ടിയാൽ ഈ വർഷം ചില വിടുതലുകൾ നമ്മുടെ തേടി വരുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധിയോട് നമുക്ക് നടക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ ഇന്ന് പകൽ പാനം ചെയ്യുവാനും ഭക്ഷിപ്പാനും ഭാഗ്യം കിട്ടിയ ദൈവസഭയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു ശുശ്രൂഷകളെ നടത്തുവാൻ, ഒരു ശുശ്രൂഷകളുടെ ഭാഗവാക്കാകുവാൻ ദൈവം നമുക്ക് തന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്ര. എല്ലാ കണ്ണുകളും ഒന്നടച്ച് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക. തുടർന്ന് ആമേ തിരുമേശ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഒന്നടച്ച് എല്ലാ ഹൃദയങ്ങളും ഒന്ന് തുറന്നേ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമേ ഈ തിരുമേശയെ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ മക്കളും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും തുടർന്ന് നമ്മൾ തിരുമേശയിലേക്ക് ആമേ പ്രവേശിക്കാൻ പോവുക. ആമേ ഈ തിരുമേശയെ പങ്കെടുത്ത് ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിച്ച് ഇന്ന് പകൽ ശത്രു നിന്നെ വഞ്ചിക്കരുത്, സാത്താൻ നിന്നെ വഞ്ചിക്കരുത്. നിന്റെ കുടുംബത്തിൻ്റെ നന്മയെ തകർക്കുക, കുഞ്ഞുങ്ങളുടെ നന്മയെ തകർക്കുക. ആമേ കുടുംബനാഥൻ്റെ നന്മയെ തകർക്കുക, കുടുംബനാഥയുടെ നന്മയെ തകർക്കുക. തൊട്ടപ്പിശാച് പല തന്ത്രങ്ങളുമായി പല മന്ത്രങ്ങളുമായി ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്കെതിരായി പോരാടുമ്പോൾ ഇന്ന് പകൽക്കാലം തിരുമേശയെ പങ്കെടുത്ത് എനിക്ക് നിത്യതയിൽ പോകണോ, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണോ, എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണോ, എനിക്ക് യേശുവിനോടൊപ്പം ജീവിക്കണോ, എനിക്ക് നല്ലൊരു ജീവിതം നയിക്കണോ, എനിക്ക് ഇന്ന് പകൽക്കാലം ഇവിടെയല്ല നിത്യതയിലെത്തണോ, നിത്യജീവൻ അനുഭവിക്കണോ, നിത്യ സന്തോഷം അനുഭവിക്കണോ. ഇന്ന് പകൽക്കാലം സാത്താ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തെ വഞ്ചിച്ച് ഈ പകൽക്കാലം സാത്താ നിന്റെ ഹൃദയത്തെ വഞ്ചിച്ച് നീ എടുക്കരുതെന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം നീ അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് സാത്താ നിന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഇന്ന് പകൽക്കാലം സാത്താ നിന്നെ പിന്മാറ്റത്തിലേക്ക് കൃപയിൽ നിന്ന് ഇന്ന് പകൽക്കാലം തകർക്കാൻ നോക്കുമ്പോ ഇന്ന് പകൽക്കാലം സാത്താന് കരം കൊടുക്കല്ലേ. ഇന്ന് പകൽ യേശുപ്പച്ചന് കരം കൊടുക്ക. യേശുവേ ഇന്ന് പകൽക്കാലം നിത്യത എനിക്ക് വേണം, സ്വർഗരാജ്യം എനിക്ക് വേണം, ദൈവരാജ്യം എനിക്ക് വേണം. ഇന്ന് പകൽ അടുത്ത കർത്തൃമേശയ്ക്ക് നീ ഞാനും ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത തിരുമേശ ഇവിടെ നടക്കൂ, പക്ഷെ ഞാനും നിങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അടുത്ത മാസവും തിരുമേശ ഇവിടെ ഞാനല്ലെങ്കിൽ മറ്റൊരു ദൈവദാസൻ നടത്തും. അടുത്ത മാസവും ഇവിടെ കർത്തൃമേശ ഞാനല്ലെങ്കിൽ മറ്റൊരു ദൈവദാസൻ ഇവിടെ നടത്തും. പക്ഷെ ഞാനും നിങ്ങളും അടുത്ത മാസം ഇവിടെ കാണുമെന്ന് ഉറപ്പില്ല.
അടുത്ത മാസവും നമ്മൾ ഇവിടെ കാണുമെന്നിവിടെ എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ല. പക്ഷെ തിരുമേശ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും നടക്കും. അടുത്ത മാസം ഞാൻ നടത്തിയില്ലെങ്കിൽ മറ്റൊരു ദൈവദാസനെ ദൈവം ഇവിടെ നടത്താൻ വിടും. അടുത്ത മാസം ഞാൻ നടത്തിയില്ലെങ്കിൽ, നടത്താനില്ലെങ്കിൽ മറ്റൊരു ദൈവദാസൻ നടത്താൻ ഇവിടെ ഉണ്ടാകും. പക്ഷെ ഞാനും നിങ്ങളും അടുത്ത മാസവും ഈ സമയം, ഇതേ സമയം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഇന്നോ പകൽക്കാലം നമ്മുടെ ഹൃദയം മുരടിപ്പിക്കാതെ, നമ്മുടെ ഹൃദയത്തെ പിശാചിന് വിട്ടുകൊടുക്കാതെ ഇന്നോ പകൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ച്, യേശുവപ്പാ എൻ്റെ കുറവുകളെ ക്ഷമിച്ച്, എൻ്റെ തെറ്റുകളെ ക്ഷമിച്ച്, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച്, എന്നെ സഭയുടെ അംഗമാക്കി, എന്നെ അങ്ങയുടെ കൂടെ ഒന്നിരുത്തി നിത്യതയുടെ നിത്യജീവന്റെ അവകാശിയാക്കി ഇന്നോ പകൽ എന്നെ മാറ്റണമേ എന്ന്